മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റു. വിവാഹ നിശ്ചയത്തിന് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി അപകട സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എന്താണ് സമീർ? റിജിത്ത്, പരിക്കേറ്റവരുടെ നിലവിൽ ആശ്വാസകരമാണ്. ഒരു കുഞ്ഞുൾപ്പെടെയുള്ള നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരെ വളാഞ്ചേരിയിലും കുറ്റിപ്പുറത്തും കോട്ടക്കലിലുമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ചമ്രവട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ ഒരു ബസ്സാണ് ഈ കുറ്റിപ്പുറത്തിനും വളാഞ്ചേരിക്കും ഇടയിലുള്ള ആശുപത്രിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ബസ് രണ്ട് കാറുകളിലും ഒപ്പം തന്നെ മറ്റൊരു ബസ്സിലും ഇടിച്ചാണ് മറിഞ്ഞത് എന്നുള്ളതാണ്. പിന്നാലെ നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഈ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വിവാഹ നിശ്ചയത്തിനായി പോവുകയായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ മറിഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇവിടെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അല്പസമയം മുൻപ് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ഈ ബസ് നിലവിൽ റോഡിന്റെ മധ്യഭാഗത്ത് നിന്നും ഒരു സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ വലിയ ഗതാഗതക്കുരുക്ക് ദേശീയപാതയിൽ അനുഭവപ്പെടുകയാണ്. ഏതായാലും നിലവിൽ ഗുരുതരമായ ഒരു പരിക്ക് ആർക്കുമില്ലാത്തതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഈ ബസ്സിന്റെ പിൻഭാഗത്ത് രണ്ട് കാറുകൾ കൂടി കാണാൻ കഴിയുന്നുണ്ട്. ബസ് ഈ കുഴി കണ്ട ഉടനെ തന്നെ അത് വെട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് പോയി എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ രണ്ട് കാറുകളിൽ ഈ ബസ് ആദ്യം ഇടിക്കുന്നു. പിന്നാലെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ബസ്സിലും ഇടിക്കുന്നു. പിന്നാലെയാണ് ആ ബസ് മറിഞ്ഞത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറിഞ്ഞ ഉടനെ തന്നെ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ഇവിടെയുള്ള യാത്രക്കാരെ ഒക്കെ തന്നെ ഈ ബസ്സിൽ നിന്നും പുറത്തേക്ക് എടുത്ത് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ശരി, സമീർ ബിൻ കരീം അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ്, ഗുരുതരമല്ല എന്നുള്ളതാണ്. അത് ആശ്വാസകരമായ വിവരമാണ്. സമീർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.